ഡ്രീംസ് ടു വിൻ. ചില സ്വപ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ആ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നാൽ കാര്യമുണ്ടോ? സ്വപ്നങ്ങൾ ഉള്ളിൽ ഒതുക്കി വയ്ക്കാനുള്ളതല്ല. ആ സ്വപ്നങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ ഓടി വരും, ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? പിന്നെ പല സംശയങ്ങൾ കൊണ്ട് മനസ്സ് നിറയും. ഇതിനിടയിലും സ്വപ്നങ്ങൾ സത്യമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും വിചാരിക്കും. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതിന് പകരം നമ്മുടെ സ്വപ്നം എങ്ങനെ സത്യമാക്കാം എന്ന് ചിന്തിക്കുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ലേ? പരിശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. സ്വപ്നം കണ്ടു തുടങ്ങുമ്പോഴേ പറയാൻ പാടില്ല, ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്, നമുക്കൊന്നും ഇതൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായി ഡീമോട്ടിവേറ്റ് ആകുകയാണ്, നമ്മൾ പോലും അറിയാതെ. അങ്ങനെ ഡീമോട്ടിവേറ്റ് ആക്കാനാണെങ്കിൽ എന്തിനാ സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സിനെ കൊതിപ്പിക്കുന്നത്? നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? സ്വപ്നം കാണാൻ എനിക്കറിയാമെങ്കിൽ അത് നടത്താനും എനിക്കറിയാം. നമ്മളല്ലാതെ വേറെ ആരാ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ? അത് നമ്മൾ വേണം മനസ്സിലാക്കാൻ. അല്ലാതെ വെറുതെ നെഗറ്റീവ് ആലോചിച്ച് നമ്മുടെ മൈൻഡിനെ എന്തിനാ മൂഡ് ഓഫ് ആക്കുന്നത്? സോ മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ സ്വപ്നവും വേഗത്തിൽ നടക്കും. സ്വപ്നം സത്യമാകാൻ പരിശ്രമിക്കൂ. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈഫ് സെറ്റാകും. നമ്മുടെ ഡ്രീംസ് സത്യമാകാൻ ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യണം. ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. അതിനായി കറക്റ്റായി പ്ലാനിങ് വേണം. മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്തോ അതിനെ ഡീപ്പായി ആഗ്രഹിക്കുക. ഡീപ്പായി നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് കിട്ടാൻ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും. സോ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? ഇപ്പോൾ തന്നെ സ്വപ്നം നടപ്പിലാക്കാനുള്ള വഴികൾ ആലോചിക്കൂ. അതിനായി പരിശ്രമിക്കൂ. സോ ഈ റൂള് മറക്കണ്ട. മാനിഫെസ്റ്റ്, പ്രോപ്പർ പ്ലാനിങ്, എഫേർട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.